ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? ഞാൻ നിങ്ങളുടെ മാധുലക്ഷ്മി. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ മോളി ചേച്ചിയുടെ വീടിന്റെ പാലുകാച്ചലാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ഞങ്ങൾ. കുറച്ച് താമസിച്ചു, 7 മണിയായി. നല്ല മഴയുണ്ടായിരുന്നു, നമ്മുടെ അവിടെ നല്ല മഴയുണ്ടായിരുന്നു. അപ്പം നമ്മൾ വന്നപ്പോഴേക്കും നമ്മൾ 10 വർഷത്തോളം താമസിച്ച സ്ഥലമാണ് നമ്മുടെ ഈ ഭജനമഠം. അപ്പം അവിടെയുള്ള എല്ലാവരെയും നമുക്കിവിടെ കാണാനായിട്ട് സാധിച്ചു. അതിലെല്ലാം ഉപരി നമ്മുടെ മോളി ചേച്ചിയുടെ അതിമനോഹരമായ നമുക്ക് വീട് കാണാൻ പറ്റി. അതുപോലെ തന്നെ വീടിൻ്റെ സെപ്പറേറ്റ് നമ്മൾ വീഡിയോസ് ഇടുന്നുണ്ട് കേട്ടോ. കാരണം ഇവിടെ ആളുകളുള്ളതുകൊണ്ട് നമുക്ക് വീടിൻ്റെ അത്ര മനോഹരമായിട്ട് നമുക്ക് എടുക്കാൻ സാധിച്ചില്ല. കാരണം ഞങ്ങളുടെ മോളി ചേച്ചി വളരെ ഹാപ്പിയിലാണ്, വളരെ സന്തോഷത്തിലാണ്. ഞങ്ങളുടെ കുക്കുമോളുടെ ഒക്കെ നല്ലൊരു സന്തോഷമാണ് നമ്മൾ ഇന്നിവിടെ കാണുന്നത്. അതുപോലെ തന്നെ മോളി ചേച്ചിയുടെ ഒരുപാട് നാളത്തെ സ്വപ്നമാണ്, ഒരുപാട് നാളത്തെ അവരുടെ കഠിന അധ്വാനമാണ്. അപ്പം അതിന് മോളി ചേച്ചിക്ക് വലിയൊരു കൺഗ്രാജുലേഷൻസ്. നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും തന്നെ ഇവിടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് നല്ല ഗായകരെ നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിച്ചു. ഒരുപാട് പേര് പാട്ടൊക്കെ പാടി, അവരൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഫുഡ്, നമുക്ക് 2 തരത്തിൽ ഫുഡ് ഉണ്ടായിരുന്നു. ബിരിയാണി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പൊറോട്ട ഉണ്ടായിരുന്നു. റെഡി ടു കുക്ക് ആയിരുന്നു കേട്ടോ. കാരണം അവിടെ തന്നെ പൊറോട്ട റെഡിയാക്കി നമുക്ക് കിട്ടുമായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഫുഡായിരുന്നു, ഒരു രക്ഷയില്ല, നല്ല ഫുഡായിരുന്നു. നമ്മുടെ കൂട്ടാച്ചേട്ടൻ്റെ നല്ല അടിപൊളി പാട്ടുണ്ടായിരുന്നു. കോപ്പിറൈറ്റ് പർപ്പസ് കാരണമാണ് കേട്ടോ നമ്മൾ നമ്മുടെ ഗായകരുടെ പാട്ടോടുകൂടി നമ്മൾ ഇടാത്തത്. നല്ല അടിപൊളി സോങ് ആയിരുന്നു കേട്ടോ. കേട്ട് കുറേ പേര് ഡാൻസ് കളിക്കാനുണ്ടായിരുന്നു. അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കാൻ തുടങ്ങാം കേട്ടോ. അപ്പം നമുക്ക് അവിടെ തന്നെ പൊറോട്ട റെഡി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയാൽ തരുന്നത്. അപ്പം തന്നെ ചൂടോടുകൂടി നമുക്ക് കഴിക്കാം. അതുപോലെ തന്നെ ബിരിയാണിക്കുമൊക്കെ നല്ല ചൂടുണ്ടായിരുന്നു. മഴയൊക്കെ ആയതുകൊണ്ട് ഇവിടെ നല്ല തണുപ്പ് തോന്നി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തണുപ്പ് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ നല്ല ചൂടോടുകൂടി ബിരിയാണിയൊക്കെ കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ കുറേ നേരം നിന്നതിന് ശേഷം രേച്ചേച്ചി വന്നു. രേച്ചേച്ചി വന്നു കഴിഞ്ഞപ്പം നമ്മൾ പെട്ടെന്ന് പോരാനായിട്ട് നോക്കുകയാണ്. കാരണം വണ്ടിയും കൊണ്ടല്ലല്ലോ നമ്മൾ വന്നത്. അപ്പം കുറേ താമസിച്ചു. ഏകദേശം 10 മണിയോടുകൂടി ആയി നമ്മൾ പോരാറായപ്പോഴേക്കും. നമുക്ക് വണ്ടി കിട്ടിയില്ലെങ്കിൽ ശരിയാവത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ പോരുകയാണ്. അപ്പം മോളി ചേച്ചിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. മോളി ചേച്ചിക്കും ബിജേട്ടനും നമ്മുടെ കുക്കുമോക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, ബൈ.